വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇഡ്ഡലിയാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വറുത്ത റവ ചൂടാറിയതിന് ശേഷം 1/2 കപ്പ് റവയാണ് ഉപയോഗിക്കുന്നത്. അത് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് 1/2 കപ്പ് തൈരും അതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യുക നന്നായിട്ട്. വെള്ളം പോരെങ്കിൽ വെള്ളം ആവശ്യത്തിന് അതിൽ ചേർത്തിട്ട് മിക്സ് ചെയ്യണം. ഈ തൈര് ഉപയോഗിക്കുമ്പോൾ വല്ലാതെ പുളിപ്പും പാടില്ല, വല്ലാതെ കുറഞ്ഞതും പാടില്ല. കാരണം ഇഡ്ഡലിക്ക് ആവശ്യത്തിനുള്ള പുളിപ്പ് നോക്കിയിട്ട് നമ്മൾ തൈര് എടുക്കണം. അതിനുശേഷം അതിന് വെള്ളവും ചേർത്ത് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ അതിനെ നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരു 10-20 മിനിറ്റ് നേരം നന്നായിട്ട് അതിനെ അടച്ച് വെക്കണം. അപ്പോൾ അത് നന്നായിട്ട് റവ കുതിർന്ന് നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. ആ പാകം വരുന്നവരെ നന്നായിട്ട് അടച്ച് വെക്കണം. അതിനുശേഷം അതിലേക്ക് ഇനോ 1/2 പാക്കറ്റ് മതി. കാരണം റവ കുറച്ചല്ലേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് അതിൽ ചേർത്തിട്ട് വെള്ളം പോരാന്നുണ്ടെങ്കിൽ വെള്ളം കൂടെ കുറച്ചും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വെക്കുക. പച്ചവെള്ളമാണ് ഉപയോഗിക്കുന്നത്, നോർമൽ വാട്ടറാണ് ഉപയോഗിക്കേണ്ടത്, ചൂടുവെള്ളമല്ല. എന്നിട്ടത് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഈനോ ചേർത്ത് കഴിഞ്ഞാൽ അധിക നേരം വെക്കേണ്ട ആവശ്യമില്ല. 1 മിനിറ്റ് കഴിയുമ്പോഴേക്കന്നെ ഇഡ്ഡലി ഉണ്ടാക്കണം. എന്നിട്ട് ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചിട്ട് സ്റ്റൗവിൽ വയ്ക്കുക. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇഡ്ഡലി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ വളരെ സോഫ്റ്റായതും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇഡ്ഡലിയാണിത്. ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റവ ഇഡ്ഡലിയാണിത്. ഇതിൻ്റെ കൂടെ ചട്നി, സാമ്പാർ എല്ലാം നല്ല കോമ്പിനേഷനാണ്. അങ്ങനെ നല്ല സ്വാദിഷ്ടമായിട്ടും സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി റെഡി. അങ്ങനെ ഇൻസ്റ്റൻറ്റ് റവ ഇഡ്ഡലി റെഡി ആയിരിക്കുന്നു.